എനിക്ക് പറയാനുള്ളത് ഞാന് ഫസ്റ്റ് ടൈമാണ് ഇതുപോലൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഭയങ്കര എക്സ്പെക്ടേഷനോട് കൂടിയൊന്നും അല്ല ഞാൻ വന്നത്. ആക്ച്വലി ഞാനൊരു കാര്യത്തിന് വേണ്ടി ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ട് അതെന്റെ കയ്യിന്ന് ഫ്ലിപ്പായി പോയിട്ട് ഞാന് ഭയങ്കര ഡെസ്പറേറ്റ് ആയിട്ട് ഒരു 4, 5 മന്ത്സ് ഇങ്ങനെ ജസ്റ്റ് എഴുന്നേൽക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അങ്ങനെ അങ്ങ് എനിക്ക് എന്റെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഇങ്ങനെ കൂടി 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 വന്നുകൊണ്ടിരുന്നു. വർക്കെല്ലാം പെൻഡിങ്ങായി ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നു. എനിക്ക് അതിനകത്ത് നിന്ന് ആ ഒരു ലൂപ്പിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റാതെ ഞാനിങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഞാനിങ്ങനെ ഇരുന്ന് ഒരു ദിവസം പെട്ടെന്ന് ഒരു തോന്നല്, ഞാൻ ഇനി ഇങ്ങനെ എത്ര നാൾ ഇനി ഇങ്ങനെ പോവും എന്നുള്ളൊരു തോന്നല് ഞാനിങ്ങനെ ദൈവത്തോട് ഇങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ മാതാവ് എനിക്കൊരു വഴി കാണിച്ചു തരണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചുമ്മാ ജസ്റ്റ് ഇൻസ്റ്റാ സ്ക്രോൾ ചെയ്തപ്പോൾ അൻഫോ ഒരു ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ഇത് കണ്ടിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്ത് ജോയിൻ ചെയ്തതാണ് മാമിന്റെ ക്ലാസ്സിൽ. പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ എടുത്ത ബെസ്റ്റ് ഡിസിഷൻസിൽ ഒന്നായിരുന്നു അത്. കാര്യം ഫ്രം ദ ഡേ വൺ തൊട്ട് എന്നിൽ എനിക്ക് ഉണ്ടാകുന്ന ഒരു ചെറിയ ഓരോ 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 ചേഞ്ചസ് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റി. ഞാൻ ഭയങ്കര പെട്ടെന്നൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് അല്ല, ബട്ട് പ്രൊക്കാസ്റ്റിനേഷന്റെ ഒരു ഹെഡായിരുന്നു ഞാൻ എന്ന് പറയാം. ഞാൻ എനിക്ക് ചെയ്യാനുള്ള എല്ലാം ഇങ്ങനെ പെൻഡിങ് ആയി കിടക്കുന്ന ലാസ്റ്റ് മൊമെന്റിൽ പോയി എല്ലാം എങ്ങനെയെങ്കിലും അങ്ങ് തീർക്കുക, അല്ലെങ്കിൽ എനിക്കൊരു കാര്യം ചെയ്യാൻ വേണ്ടി ഭയങ്കര ഫിയർ, ഒന്നിനും ഞാൻ ചെയ്താൽ ശരിയാവോ, അങ്ങനെയുള്ള ഒത്തിരിയും പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇത് ചെയ്ത് ആ ഒരു വീക്ക്ലി പ്ലാനർ എഴുതി മോർണിംഗ് സെക്ഷൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് എന്നെ കൊണ്ട് ഇതിനകത്തുനിന്ന് എങ്ങനെയോ എനിക്ക് പാർട്ടികളെല്ലാം ഇങ്ങനെ വിസിബിളായി വരിക. എനിക്ക് എൻ്റെ വർക്കിന്റെ കാര്യത്തിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാർ വരുന്നു. എൻ്റെ ലൈഫിൽ എന്തെങ്കിലും നെഗറ്റീവായി വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഓട്ടോമാറ്റിക്കലി നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ മാറിപ്പോകുന്നു. എല്ലാം കാര്യങ്ങളും എനിക്ക് സ്മൂത്തായിട്ട് എൻ്റെ ഒരു റൂട്ടിലോട്ട് ആയി വരുന്നത് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതും അങ്ങനെ ഗ്രാജുവലി എനിക്ക് ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു ഫിയർ ഒക്കെ മാറാൻ തുടങ്ങി. പ്രൊക്കാസ്റ്റിനേഷൻ കുറേയും കൂടെ മാറി ഞാൻ കുറേയും കൂടെ ഒരു ബെറ്റർ പേഴ്സൺ ആകാൻ പറ്റുന്ന എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഉം, എനിക്ക് ഒരു കാര്യം ഞാൻ വളരെ ഇതായിട്ട് പറയാം, ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തിരിക്കുന്ന ഒരാൾക്കും ഒന്നും ചെയ്തില്ല പോലും ഒരു 30% എങ്കിലും അവരുടെ ലൈഫിൽ ഒരു മാറ്റം ഡാം ഷുവർ വന്നിരിക്കും. കാര്യം ഞാൻ ഭയങ്കര എഫോർട്ട് ഈ പറയുന്ന പോലെ ഫുള്ളി ഇട്ടില്ല. എന്നിട്ട് പോലും എനിക്ക് ഇത്രയും ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ് ഇവിടെ ഈ അറ്റൻഡ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും 100% ഉറപ്പായിട്ടും അവരുടെ ലൈഫിൽ അതിൻ്റെ ഒരു ഇത് ഫീൽ ചെയ്യാൻ പറ്റും. കാര്യം ഇവര് എല്ലാരും പറയുന്ന പോലെ തന്നെ ഈ ഞാന് ഇത് അറ്റൻഡ് ചെയ്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ ആലോചിച്ചു, ദൈവമേ ഞാനല്ലാണ്ട് കോഴ്സുകൾ വേറെ ടൈപ്പ് ഓഫ് പഠിക്കുന്ന കോഴ്സുകളൊക്കെ എടുത്ത് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സ്മോൾ എമൗണ്ടിൽ മാം പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ഇമ്പാക്റ്റ് അതിൻ്റെയൊക്കെ ഒരുപാട് മടങ്ങ് ഒത്തിരി ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ളൊരു ഇതാണ്. നമുക്കത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്താണ്. അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര താങ്ക്ഫുൾ ആണ് ജോഷ് മാമിനോട്. അതൊക്കെ തന്നെ. താങ്ക് യു സോ മച്ച്. പിന്നെ കമ്മ്യൂണിറ്റി ആണേലും എല്ലാവരും നല്ല അടിപൊളി. ഒരാൾക്കൊരു നല്ല ഇതെന്ന് പറയുമ്പോൾ എല്ലാവരും ഭയങ്കര ആയിട്ട് അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ട്. താങ്ക് യു.